നമസ്കാരം. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് 325 കോടി കടന്നതായി അണിയറ പ്രവർത്തകർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ ചിത്രം കനത്ത നഷ്ടം നേരിട്ടുവെന്ന് റിപ്പോർട്ട്. കൃത്യമായി ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തുവിടുന്ന മീഡിയ സ്ഥാപനം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവരത്തിൽ L2 എമ്പുരാൻ ആകെ മുടക്കുമുതലിന്റെ 58% തിരിച്ചുപിടിച്ചുവെന്നാണ് പറയുന്നത്. കോയി മോയിയാണ് ഇത് പുറത്തുവിട്ടത്. 4ാം വാരാന്ത്യത്തിൽ മോഹൻലാലിന്റെ ചിത്രം വളർച്ച കൈവരിക്കുമെങ്കിലും വരും ആഴ്ചയിൽ അതിന്റെ ജീവിതയാത്ര അവസാനിക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 23 ദിവസത്തെ ആകെ കളക്ഷൻ 105.79 കോടി രൂപയാണ്. സാഗ്നിൽക്കിന്റെ കണക്കനുസരിച്ച് ദുഃഖവെള്ളി ഉൾപ്പെടുന്ന വാരം 31 ലക്ഷം രൂപ വരുമാനം നേടിയതായും കണക്കാക്കപ്പെടുന്നു. ആക്ഷൻ ത്രില്ലർ പ്രധാനമായും മലയാളം മേഖലയിലാണ് നിറഞ്ഞ സദസ്സ് കണ്ടത്. തെലുങ്കിലും കന്നഡയിലും അതിന്റെ പ്രദർശനം അവസാനിച്ചു. ഹിന്ദിയിലും തമിഴിലും ഏതാണ്ട് പൂർത്തിയാകാൻ പോകുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 228 കോടിയാണ് എമ്പുരാന്റെ മുടക്കുമുതൽ. ഇത്രയും വലിയ മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ മലയാള സിനിമയ്ക്ക് സ്കോപ്പുണ്ടോ? മലയാള സിനിമയ്ക്ക് ഇത്രയും രൂപ മുടക്കിയാൽ എങ്ങനെ ലാഭകരമാകുമെന്ന ചോദ്യമാണ് ആദ്യം മുതൽ ഉയർന്നത്. ഈ ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു. എന്നാൽ പാൻ ഇന്ത്യൻ സിനിമയെന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. കാൽക്കാശിന് വിലയില്ലാത്ത സിനിമ ക്ലിക്കായത് സംഘപരിവാർ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ സംഭവമെന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ സിനിമയെക്കുറിച്ചുള്ള അവകാശവാദം. 264 കോടി കളക്ട് ചെയ്തുവെന്നായിരുന്നു നേരത്തെ ഉന്നയിച്ചത്. 48 മണിക്കൂർ കൊണ്ട് 100 കോടി, 5 ദിവസം കൊണ്ട് 200 കോടി എന്നിങ്ങനെയായിരുന്നു അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. എന്നാൽ ഈ സിനിമയെ തള്ളി മുകളിൽ കയറ്റാനുള്ള നുണപ്രചാരണമാണെന്ന് മറുനാടൻ മലയാളി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 730 തിയേറ്ററുകളിൽ എല്ലാ ഷോകളും ഓടിയാലും ഒരു ദിവസം 18 കോടിയിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് കണക്കുകൾ. തിയേറ്റർ വിഹിതം ഒക്കെ കൊടുത്ത ശേഷം 7-8 കോടി രൂപ മാത്രമേ കിട്ടുകയുള്ളൂവെന്നും അതുകൊണ്ട് 48 മണിക്കൂറിൽ 100 കോടി എന്നത് പച്ചക്കള്ളമാണെന്നും മറുനാടൻ പറഞ്ഞപ്പോൾ കുറെ പേർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ മറുനാടൻ പറഞ്ഞതാണ് ശരിയെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞത് കള്ളമാണെന്നുമുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ചിത്രത്തിന് 228 കോടി രൂപ മുടക്കുമുതലുണ്ട് എന്ന് സിനിമയ്ക്ക് അവസാന നിമിഷം ജീവശ്വാസം കൊടുത്ത ഗോകുലം ഗോപാലൻ മറുനാടൻ മലയാളിയോട് തുറന്നു സമ്മതിച്ചിരുന്നു. GST അടക്കം മുടക്കുമുതൽ തിരിച്ചുപിടിക്കണമെങ്കിൽ 350 കോടിയെങ്കിലും കിട്ടണം. 30% ടാക്സ് അടയ്ക്കണം. 40% തിയേറ്റർ ഉടമകൾക്കും കൊടുക്കണം. സാങ്കേതികമായി 350 മുതൽ 400 കോടി രൂപ ശേഖരിച്ചാൽ മാത്രമേ എമ്പുരാൻ വിജയിക്കൂ. ഈ കണക്കുകൾ ശരിയെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അവകാശവാദങ്ങളൊക്കെ തെറ്റാണെന്നും സിനിമ 8 നിലയിൽ പൊട്ടിയെന്നും നിർമ്മാതാക്കൾക്ക് 100 കോടി രൂപയെങ്കിലും കയ്യിൽ നിന്ന് നഷ്ടം വരുമെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. പലയിടങ്ങളിലും തിയേറ്ററുകൾ ഇത്രയും കാലം പ്രദർശനം തുടർന്നുവെന്ന് കാണിക്കാൻ വേണ്ടി എമ്പുരാൻ തുടരുന്നുവെങ്കിലും സിനിമ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് 3 ആഴ്ച കൂടി 4 ആഴ്ച കൂടി എന്നൊക്കെ വെറുതെ പറയുന്നത്. സിനിമയ്ക്ക് പകുതി പണം പോലും ശേഖരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കിട്ടിയ തുകയുടെ ടാക്സും തിയേറ്റർ വിഹിതവും അടച്ചു കഴിയുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയതിന് മുന്നിൽ ഒന്നുപോലും കിട്ടില്ല എന്നതാണ് വാസ്തവം. ഇത് സത്യമായിരിക്കെയാണ് ഈ തട്ടിപ്പ് കണക്കുകൾ അണിയറക്കാർ പുറത്തുവിടുന്നത്. ഏപ്രിൽ 5 ആയപ്പോൾ അവകാശവാദം അണിയറക്കാർ നടത്തിയിരുന്നു. വിദേശത്ത് മാത്രം 140 കോടി രൂപ ശേഖരിച്ചെന്നാണ് കണക്ക്. എന്നുവെച്ചാൽ സിനിമയുടെ 64% വിദേശത്തു നിന്നും ശേഖരിച്ചുവെന്ന കള്ളക്കണക്കാണ് അവർ പുറത്തുവിട്ടത്. സിനിമാ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാറില്ല. സിനിമയുടെ 25% മുടക്കുമുതലിൽ കൂടുതൽ വിദേശ കളക്ഷനിലൂടെ ലഭിക്കാറില്ല. ഏറ്റവും അധികം വിദേശ കളക്ഷൻ നേടിയത് പത്താൻ എന്ന സിനിമയാണ്. പത്താൻ്റെ പോലും 31% വിദേശ കളക്ഷൻ എന്നിരിക്കെയാണ് എമ്പുരാൻ അണിയറ പ്രവർത്തകരുടെ അവകാശവാദം.